നമസ്കാരം. ഫെബ്രുവരി മാസത്തിൽ പൂരം നക്ഷത്രം ജനിച്ചവർക്ക് പല പ്രകാരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും കുടുംബത്തിലും വന്നു ചേരുമെങ്കിലും സൗമ്യ സമീപനത്താലും പ്രായോഗികമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാലും ആയതിനെ മാസത്തിന്റെ പകുതി മുതൽ അതിജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. വർദ്ധിച്ചു വരുന്ന ചുമതലകൾ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. അഥവാ മേലധികാരികളുടെ ചുമതലകൾ ഏറ്റെടുക്കുന്നത് വഴി ഒരുപക്ഷെ ദൂരയാത്ര മാറ്റിവെക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. വ്യാപാരത്തിൽ പുരോഗതിക്ക് യോഗം കാണുന്നു. അനുബന്ധ വ്യാപാരം തുടങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും. നഷ്ടപ്പെട്ട ഉദ്യോഗം തിരിച്ചു ലഭിക്കുവാനിടയുണ്ട്. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനും സാധ്യത കാണുന്നു. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ മാസത്തിന്റെ പകുതി മുതൽ, അതായത് 15-ാം തീയതി മുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഉദര, പ്രമേഹ, ഉഷ്മരോഗ പീഡകൾക്ക് പ്രകൃതി ചികിത്സയും ആയുർവേദ ചികിത്സയും സമന്വയിപ്പിച്ച് ചെയ്യുന്നത് വഴി മാസത്തിന്റെ പകുതി മുതൽ രോഗവിമുക്തി വരുവാനും സാധ്യതയുണ്ട്. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകുവാനും സാധ്യതയുണ്ട്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2014 ആണ്ട് ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.